മിന്നാമിനുങ്ങ് എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് സുരഭി ലക്ഷ്മി 13 വർഷങ്ങൾക്കു ശേഷം മികച്ച നടിക്കുള്ള ദേശീയ അംഗീകാരം കോഴിക്കോട്ടെത്തിച്ചു. അനിൽ തോമസ് സംവിധാനം ചെയ്ത മിന്നാമിനുങ്ങിലെ വേഷം സുരഭിക്ക് വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രം തന്നെയായിരുന്നു. എന്നാൽ കൊച്ചുനാളിലെ തന്നെ അഭിനയത്തിന്റെ വിസ്മയ ദൃശ്യങ്ങൾ സമ്മാനിച്ച നരിക്കുനിക്കാരി സുരഭിക്ക് സിനിമയിലായാലും ജീവിതത്തിലായാലും അഭിനയിക്കാൻ അറിയില്ലായിരുന്നു. കൊച്ചു ടെലിഫിലിമുകളിലൂടെയും നാടകത്തിലൂടെയും അഭിനയിച്ചു തുടങ്ങിയ സുരഭി ലക്ഷ്മി ബെസ്റ്റ് ആക്ടർ മത്സരത്തിൽ സമ്മാനിതയായതോടെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. MIT മൂസയിലെ പാത്തുവായി കോഴിക്കോടിന്റെ ആത്മാംശം പകർത്തി സുരഭി കയ്യടി നേടിയതോടെ തീയിൽ കുരുത്ത അഭിനയ തികവ് നാം കണ്ടു തുടങ്ങി. ഇങ്ങനെ ഒരു മുതൽ നരിക്കുനി പഞ്ചായത്തിലുണ്ട്. നരിക്കുനി പഞ്ചായത്തിൽ സുരഭി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അവള് കോഴിക്കോടൻ സ്ലാങ്ങിലാണ് സാധാരണ രീതിയിൽ സംസാരിക്കല്. ഇപ്പം ജീൻസും പാൻറ്റും ഒക്കെ ഇട്ടിട്ട് അവള് എറണാകുളത്ത് PhD നാടകത്തിൽ ഞാനിപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിലും അവളെ വർത്താനം എന്തേത്താ വിനോദേട്ടാ ഏട്ടാങ്ങള് പോണ് എന്തൊക്കെയാ വർത്താനം എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു നാട്ടുവർത്താനക്കാരിയാണ്. കിട്ടുന്ന കഥാപാത്രങ്ങൾ ചെറുതായാലും വലുതായാലും അതിനെ പൊലിപ്പിച്ചെടുത്ത് പിഴവില്ലാത്ത അനുഭവത്തിന്റെ മൂശയിൽ പഴുപ്പിച്ചെടുത്ത് സുരഭി പ്രേക്ഷകന് നൽകുമ്പോൾ കടന്നുവന്ന വഴികളിലെ അനുഭവ തീവ്രത, പകരം വയ്ക്കാനില്ലാത്ത ടൈമിംഗ്, അഭിനയമാണെന്ന് തോന്നിക്കാത്ത പ്രകടനം, ആത്മാർത്ഥതയുടെ ഊർജം, പ്രേക്ഷകന് കൈയടിക്കാൻ എത്രയൊക്കെ മതിയാവും. പ്രേക്ഷകനെ പലപ്പോഴും ഞെട്ടിച്ച കഥാപാത്രമാണ് മൂസയിലെ പാത്തു. ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത അഭിനയമുഹൂർത്തങ്ങൾ തേടിയാണ് പലപ്പോഴും പ്രേക്ഷകൻ MIT മൂസ കാണാൻ ഇരുന്നിട്ടുണ്ടാവുക. പാത്തുവിന്റെ പെർഫോമൻസ് കത്തിക്കയറുമ്പോൾ ഇതിൽ അഭിനയമേതാണ് ജീവിതമേതാണെന്ന് പ്രേക്ഷകൻ സംശയിക്കുന്നത് സ്വാഭാവികം. മുഖഭാവങ്ങൾ പോലെ തന്നെ ഭാഷാശൈലിയിലേക്കും മിന്നായം പോലെ പ്രവേശിക്കുവാൻ സുരഭി കാണിക്കുന്ന കൗശലം അത്ഭുതാവഹമാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ നമ്മൾ ഈ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വരുന്നതിന് മുന്നേ ട്രെയിനിൽ വരുന്ന സമയത്ത് ഈ ഒരു കല്യാണത്തിന്റെ ഒരു പുതുക്കം കഴിഞ്ഞിട്ട് പോകുന്ന കുറെ ആൾക്കാർ ട്രെയിനിലുണ്ട്. ഇവരെല്ലാരും കൂടെ വന്നിട്ട് എന്നെ അങ്ങ് ശ്വാസം മുട്ടിച്ച്. കല്ലായിലാണ് ഇവരുള്ളത്. ഭയങ്കര സ്നേഹം. ഞങ്ങൾ ഉമ്മച്ചിക്ക് കാണണം, അപ്പുറത്ത് ഉമ്മച്ചിണ്ട് ഓലങ്ങോട്ട് വിളിച്ചു. അപ്പൊ അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോൾ വേറൊരു ടീം ഈ കമ്പാർട്ട്മെന്റിൽ നിന്ന് ആ കമ്പാർട്ട്മെന്റിലേക്ക് കയറുന്നു, അവിടുന്ന് ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങോട്ട് കയറുന്നു. അങ്ങനെ ഫോട്ടോ എടുക്കലും ഇവിടെ എത്തിയത് എങ്ങനെയാണെന്ന് അറിയില്ല. തൊട്ടടുത്ത ദിവസം മുട്ടാഞ്ചേരിയിലെ പ്രോഗ്രാമിൽ വെച്ച് കണ്ടപ്പോൾ സുരഭി പറഞ്ഞിരുന്നു, നാഷണൽ അവാർഡിനൊക്കെ പോയിട്ടുണ്ട്, പ്രാർത്ഥിക്കണമെന്ന്. അയാളുടെ തലക്ക് ഒരു സൂക്കടുമില്ല. ഇതേ സൂക്കട് വേറെയാണ്. എനിക്കൊന്നും അനങ്ങാൻ നിവൃത്തിയില്ല. ഒന്ന് മൂത്രമൊഴിക്കാൻ പോയാല് അപ്പുണ്ടാവും മുന്നില്. ദാ നിങ്ങൾ ആദ്യം വേണ്ട അതിനെ കൊണ്ട് ഒരു പെണ്ണ് കെട്ടിക്കാം. അപ്പൊ തന്നെ അതിന്റെ പകുതി സൂക്കട് മാറിക്കോളൂ. അല്ല പിന്നെ നരിക്കുനിയിൽ നിന്നും അഭിനയം തുടങ്ങി നാട്ടുകാരുടെ സ്വന്തം കുട്ടിയായി വളർന്ന് ഇന്ത്യൻ സിനിമയിലെ അഭിനയ രാജ്ഞിയായി വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ ഇനിയും ഉണ്ടാവാൻ ആശംസകളോടെ ലാൽ കുന്നമംഗലം, സ്പൈർനെറ്റ് ന്യൂസ്.